കുറഞ്ഞ സാലറി 50,000 രൂപ. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്നൊരു സംശയം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന, ഇത് മാതാപിതാക്കളോ വിദ്യാർത്ഥികളോ ആരാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന പരീക്ഷകളെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എക്സാമുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ആധികാരികമായിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. എന്തൊക്കെ പരീക്ഷകളിലൂടെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം 50,000 രൂപ വരെ കിട്ടുന്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നത്, ഏത് പോസ്റ്റുകളാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ദിശ അക്കാഡമിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു ഓഫറാണ് 8ാം ശമ്പള കമ്മീഷൻ വരുന്നതോടുകൂടി ഏറ്റവും കുറഞ്ഞ സാലറി 50,000 രൂപയായി മാറാനായിട്ട് പോവുകയാണ്. എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2027 ഏപ്രിൽ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ജോലി, ഒരു 10th ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിക്ക് പോലും 50,000 സ്റ്റാർട്ടിംഗ് സാലറിയിലേക്ക് വരുന്നത് ഈ ജോലികൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മാന്യമായ ഒരു സാലറി ആഗ്രഹിക്കുന്ന ജോബ് പ്രതീക്ഷിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ദിശ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന് തന്നെയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ റെയിൽവേയിലേക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്കും ബാങ്കിങ് ജോബുകളിലേക്കും പറഞ്ഞു വിട്ടിട്ടുള്ള അക്കാഡമിയായ ദിശ അക്കാഡമി കേരളത്തിൽ ഇന്ന് 5 പ്ലേസുകളിലുണ്ട്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ എന്നീ 5 പ്ലേസുകളിലും ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ കേരളത്തിനകത്തും പുറത്തും നിരവധി വിദ്യാർത്ഥികളാണ് ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളെ വിജയപഥത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ദിശ അക്കാഡമിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സ്ലൈഡിലുണ്ട്. അല്ലെങ്കിൽ ദിശ യൂട്യൂബ് ചാനലിലൂടെയും ദിശയുടെ വെബ്സൈറ്റിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ദിശ അക്കാഡമിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഒരുപാട് ജോലി നേടിയ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ഞാൻ നമ്പർ എല്ലാം ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുള്ളത് ഈ 50,000 രൂപ ജോലി കിട്ടുന്ന ജോലി സാധ്യതകൾ ഏതൊക്കെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളിലൂടെയുമാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ സാലറിയായ 50,000 നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ബോഡിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ്, നിങ്ങൾക്കറിയാം UPSC പരീക്ഷകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലും കുറെ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ നമ്മുടെ നാട്ടിലേക്ക് അധികം ആളുകൾക്ക് അറിയത്തില്ല. കേരളത്തിൽ എല്ലാവരോട് ചോദിച്ചാലും PSC പരീക്ഷകളെ പറ്റി അറിയാം. അപ്പൊ കേരളത്തിൽ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന, ഗവൺമെന്റിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്ന ബോഡിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന UPSC നടത്തുന്ന പരീക്ഷകൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ കേന്ദ്ര സർവീസുകളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് പരീക്ഷ നടത്തുന്ന ബോഡിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അവർ ഒരു വർഷം ഇത്രത്തോളം പരീക്ഷകൾ നടത്താറുണ്ട്. ഏതൊക്കെയാണ്? SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ. ഇതിന്റെ പേ ലെവൽ എന്ന് പറയുന്നത് പേ ലെവൽ 8 വരെ വരുന്ന സ്കെയിലുകളാണ് വരുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ വരെ നിലവിലത്തെ സ്കെയിലിൽ സാലറി കിട്ടുന്നതാണ് പേ ലെവൽ 8 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1.5 ലക്ഷം വരെ, അതായത് അടുത്ത സാലറി സ്കെയിൽ വരുമ്പോൾ അതൊക്കെ 2 lakhsലോട്ട് പോകുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ആധികാരികതയോടുകൂടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദിശ അക്കാഡമിയെ ആദ്യമേ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഇവിടെ 2019 നമ്മൾ ഈ യൂട്യൂബ് ചാനൽ, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ അറിയാം, കേരളത്തിലെ ഏറ്റവും ആദ്യം കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ച ചാനലാണ് ദിശ അക്കാഡമി. അത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് കാണാം. ഏകദേശം 14,000-ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ആധികാരികതയോടുകൂടി തന്നെയാണ് പറയുന്നത്, ഏറ്റവും നല്ല അട്രാക്റ്റീവ് സാലറി പോസ്റ്റുകളുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഇപ്പോൾ 1,50,000 വരുന്ന പേ ലെവൽ 8 നിന്ന് ഈ പറയുന്ന സാലറി സ്കെയിൽ ഇംപ്രൂവ്മെന്റ് വരുമ്പോഴത്തേക്ക് 2 lakhs and above എന്ന് പറയുന്ന സ്കെയിലിലേക്ക് പോവാം. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതുപോലെ SSC CHSL, ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, 12th പാസ്സായവർക്ക് SSC CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം,
മൾട്ടിപ്പിൾ ടാസ്ക് എക്സാം ആണ് എന്തെന്ന് പറയുന്നത് MTS, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന MTS പരീക്ഷ. GD കോൺസ്റ്റബിൾ കേന്ദ്ര സേനകളിലേക്ക് നടത്തുന്ന പരീക്ഷയാണ് SSC GD. കേന്ദ്ര സേനകൾ എന്ന് പറഞ്ഞാൽ ഏതാ? CRPF, BSF, CSF പോലെയുള്ള, അസം റൈഫിൾ പോലെയുള്ള കേന്ദ്ര സേനകൾ. CPO അതായത് സെൻട്രൽ പോലീസ് സർവീസിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ, ഡൽഹി പോലീസ്, ഇങ്ങനെയുള്ള കുറെ പരീക്ഷകൾ. അതുപോലെ SSC JE ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ, SSC സ്റ്റെനോഗ്രാഫർ ആൻഡ് സെലക്ഷൻ പോസ്റ്റ് പരീക്ഷ. ഇത്രയും പരീക്ഷകളെ പറ്റി നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇത്രയും പരീക്ഷകൾ ഒരു വർഷം നടക്കുന്ന പരീക്ഷകളാണ്. ഇപ്പൊ ഈ പരീക്ഷകളെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഒരു വർഷം. ഇപ്പൊ 2026 ഇന്നലെ നമുക്ക്, അതായത് 21-ാം തീയതി മുതൽ നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക. ജൂൺ 22-ാം തീയതി വരെയാണ് തോന്നുന്നു അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സമയം, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ ടൈം ഒട്ടും കളയരുത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 12,000 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏകദേശം ഏറ്റവും കുറഞ്ഞത് 1,00,000 വേക്കൻസി ഒരു വർഷം ഇത്രയും പോസ്റ്റുകളിലൂടെ എല്ലാ വർഷവും വിളിക്കും. എല്ലാ വർഷവും വിളിക്കും എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ഒന്നുമല്ല. ഈ വർഷം നിങ്ങൾ പരീക്ഷ എഴുതിയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് കൃത്യമായി അറിയാം. പറ്റത്തില്ലെങ്കിൽ വീണ്ടും അടുത്ത വർഷം വിളിക്കുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടി, പെട്ടെന്ന് തന്നെ ഓൺലൈൻ എക്സാമുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരീക്ഷ നടക്കുകയും 1 month or 2 monthനകത്ത് റിസൾട്ടുകൾ വരികയും സെലക്ഷൻ നേടുന്ന ആളുകളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അത്തരം ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഇത്രയും പരീക്ഷകൾ. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയുണ്ട്, 12th ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയുണ്ട്, 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയുണ്ട്, കേന്ദ്ര സേനകളിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരീക്ഷകളുണ്ട്. അപ്പൊ നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സാമുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ശരി. ഇനി CGL ഇപ്പൊ വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ CGL നോട്ടിഫിക്കേഷൻ 21-ാം തീയതി വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഒരുപാട് പോസ്റ്റുകൾ എന്തൊക്കെയാണ് ഈ CGL വഴി കിട്ടുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും അട്രാക്റ്റീവ്. ഇപ്പൊ കുറെ ആളുകൾ ഇപ്പൊ സിവിൽ സർവീസ് നേടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, സർ IAS ഓഫീസർ ആവണം, IPS ഓഫീസർ ആവണം, അല്ലെങ്കിൽ IFS സർവീസിലേക്ക് കയറണം എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അതേപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം CGL വഴി കയറാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഇവിടെ പേ ലെവൽ 8-ൽ വരുന്ന ഓഡിറ്റർ പോസ്റ്റുകൾ, ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇതിനകത്ത്. അസിസ്റ്റന്റ് മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റുകൾ, അതുപോലെ ഞാൻ പറയാം കസ്റ്റംസ്, ഇൻകം ടാക്സ്, GST ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കയറണമെങ്കിൽ കുറെ ആളുകൾ ചോദിച്ചു, സാർ എങ്ങനെ കസ്റ്റംസിൽ ഒരു ജോലി കിട്ടുന്നത്, എങ്ങനെയാണ് CBIയിൽ ഒരു ജോലി കിട്ടുന്നത്, NIAയിൽ ഒരു ജോലി എങ്ങനെയാണ് കിട്ടുന്നത്, ഇപ്പോൾ EDയുടെ റെയ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടു, ഇതെങ്ങനെയാണ് ഈ സർവീസുകളിലേക്ക് കയറി പറ്റുന്നത്? ഇതിനൊക്കെ പറ്റിയ ഏറ്റവും ബെറ്റർ എക്സാം ആണ് SSC CGL. അറിയാത്തവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യട്ടെ. നല്ല ചെറുപ്പക്കാരെ ഈ ഒരു സർവീസിലേക്ക് കയറട്ടെ. നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരുപാട് പേര് വരുമ്പോൾ നമ്മുടെ കേരള സൈഡിൽ നിന്ന് ഇപ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടൂടാണ് ഈ CGL. ജൂൺ 22-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ആരും സമയം കളയരുത്. വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് ഇതിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റുകൾ നേടിയെടുക്കുക. ഇപ്പൊ പോസ്റ്റൽ അസിസ്റ്റന്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്? CGLനകത്ത് പേ ലെവൽ 4 എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേ ലെവൽ 8 മുതൽ പേ ലെവൽ 4 വരെ, അതായത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ സ്കെയിലിൽ ഒരു 70,000 അല്ലെങ്കിൽ ഒരു 60,000 മുതൽ 1.5 ലക്ഷം വരെ നമ്മുടെ 7ാം ശമ്പള കമ്മീഷനിൽ നിൽക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷൻ വരുന്നതോടുകൂടി 2027 ഏപ്രിൽ മുതൽ ഏറ്റവും കുറഞ്ഞത് CGL കിട്ടുന്ന ഒരാൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ അങ്ങനെ ഒരു റേഞ്ചിലേക്ക് മാറിപ്പോകാൻ, സാലറി സ്കെയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള പരീക്ഷകളാണ്. അപ്പോൾ CGLന്റെ പോസ്റ്റുകൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഇതിന് പഠിക്കേണ്ടത്? വളരെ ഈ SSC ആയാലും റെയിൽവേ എക്സാംസ് ആയാലും പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരേ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 2 പരീക്ഷകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയും റെയിൽവേയുടെ പരീക്ഷയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയി നമുക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഏകദേശം 25% മാർക്ക് ഇതിനാണ് വരുന്നത്. ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നതാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ട്. അതിനും ഏകദേശം 25 മുതൽ 30% മാർക്കാണ് വരുന്നത്. പിന്നെ SSC എക്സാമുകളാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് പഠിക്കണം. റെയിൽവേ എക്സാംസ് ആകുമ്പോൾ എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. പകരം GK ആണ് അവിടെ ഒരു 45% മാർക്കിന് ചോദിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് 25%, SSCക്ക് ഇംഗ്ലീഷ് 25%, അതുപോലെ തന്നെ GK എന്ന് പറയുന്നത് 25%. അപ്പോൾ കൃത്യം സബ്ജക്ട് വൈസ് മാത്സിൽ നിന്ന് 25% ഉണ്ട്, റീസണിങ്ങിൽ നിന്ന് 25% ഉണ്ട്, നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് 25% ഉണ്ട്. SSC എക്സാമിന് 75% മാത്സ്, റീസണിങ്, ഇംഗ്ലീഷാണ്. ഇത് നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നതൊന്നുമല്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ 12th ലെവലിൽ നമ്മൾ പഠിച്ച മാത്സ്, റീസണിങ്,
ഇംഗ്ലീഷ് വരെയുള്ള എലിജിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ വളരെ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ GK എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും വരുന്നത് ഒരു കടൽ പോലെ കിടക്കുന്ന ഏരിയ ആണ്. അതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ദിശ അക്കാഡമി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവർക്കറിയാം കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ടത് ഏതാണെന്ന് മനസ്സിലായി. അല്ലാതെ വലിയ വലിയ സബ്ജക്റ്റുകളൊന്നുമില്ല. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതുപോലെ GK, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഓൺലൈനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന്, ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ iOS യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ ഏത് ആപ്ലിക്കേഷൻസിലും ഇത് അവൈലബിൾ ആണ്. SSCയുടെ പ്രീമിയം ബാച്ചിന് ഇപ്പോൾ നമ്മുടെ ബാച്ചുകൾ പുതുതായിട്ട് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഏർലി ബേർഡ്സ് ഓഫർ ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനകത്തും വെളിയിൽ ഒരുപാട് ആളുകൾ ഇതിലൂടെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ റെയിൽവേയുടെ പരീക്ഷകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. റെയിൽവേ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെ റെയിൽവേ കേട്ടിട്ടുണ്ട്. റെയിൽവേ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ബോർഡാണ് RRB എന്ന് പറയുന്നത്. RRBയുടെ NTPC. എന്താണ് NTPC പരീക്ഷ? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും 12th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്റ്റേഷൻ മാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്. ഗൂഡ്സ് ട്രെയിൻ മാനേജർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ റെയിൽവേയിൽ ഒരുപാട് ജോലികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ക്ലറിക്കൽ പോസ്റ്റുകൾ, ജൂനിയർ ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, TTE പോസ്റ്റുകൾ. ഇനി അതുപോലെ തന്നെ റെയിൽവേയിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതുപോലെ റെയിൽവേയിൽ ട്രെയിൻ ഓടിക്കുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ വേണ്ടിയുള്ള പരീക്ഷകൾ ഇങ്ങനെ നിരത്തി തന്നിരിക്കുകയാണ്. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ് സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ഗാർഡ്, ഇങ്ങനെ, അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് പോലെയുള്ള പോസ്റ്റുകൾ. 12th വരുന്നത് ഇപ്പൊ നമ്മുടെ TTE, അതേപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് പോലെയുള്ള പരീക്ഷകളൊക്കെ ഇതിനകത്ത് വരും. ഗ്രൂപ്പ് ഡി എന്ന് വെച്ചാൽ 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. ഒരുപാട് പോസ്റ്റുകൾ, വേരിയസ് പോസ്റ്റുകൾ റെയിൽവേ. ഇപ്പൊ റെയിൽവേയിലേക്ക്, സർവീസിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. നല്ല വേക്കൻസി ഇതിനും വിളിക്കുന്നതാണ്. പിന്നെന്താ RRB JE ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. അപ്പൊ BTech ഒക്കെ കഴിഞ്ഞ്, ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ഫോഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് വരുന്ന പരീക്ഷകൾ, ഇതൊക്കെയാണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന പരീക്ഷ. ഈ അവസരം ഏകദേശം ഒരു 10,75,000 വേക്കൻസി എല്ലാ വർഷവും ഇതിനും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നിയർ ടു 2 lakhs വേക്കൻസി എല്ലാ വർഷവും വിളിക്കുന്ന പരീക്ഷകളാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ വരുന്ന സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്നതും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്നതും പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവസരം മനസ്സിലാക്കാതെ പോകരുത്. നമ്മുടെ ഒരു വിദ്യാർത്ഥികൾ പോലും ഈ അവസരം മനസ്സിലാക്കാതെ പോകരുത്. തീർച്ചയായിട്ടും 2027 ഏപ്രിലിൽ പുതിയ ശമ്പള കമ്മീഷൻ വരുന്നതോടുകൂടി ഈ ഉണ്ടാവുന്ന സാലറി ചേഞ്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് റൈറ്റ് ടൈമാണ് നേടിയെടുക്കാൻ. കാരണം ഒരു വർഷ സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഈ പരീക്ഷകളെല്ലാം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും. ദിശ അക്കാഡമി ചെയ്യുന്നത് വലിയൊരു അവയർനെസ് പ്രോഗ്രാമാണ്. 2019 മുതലുള്ള നമ്മുടെ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ട് നിങ്ങളൊരു പ്ലാൻ A മാത്രമായി ഇത് സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻപുട്ടുകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. റെയിൽവേക്കും നമ്മുടെ സെപ്പറേറ്റ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. CGL എക്സാമിന് വേണ്ടി പ്രീമിയം CGL ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം, അപ്പോൾ നമുക്ക് ഇത്തരം ഓപ്ഷൻസ് ആണ് നമ്മുടെ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. ഓഫ്ലൈനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് 5 പ്ലേസുകൾ: ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, 5 ലൊക്കേഷനുകൾ. ജൂൺ മന്തിലെ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാ മന്തും നമുക്ക് ബാച്ചുകളുണ്ട്. ജൂൺ ബാച്ചുകൾ ആരംഭിക്കാൻ ജൂൺ 1st വീക്കോട് കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, +2 ഒക്കെ കഴിഞ്ഞ്, ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഉറപ്പായിട്ടും സ്ട്രോങ്ലി നിങ്ങൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഈ ഒരു അവസരങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിക്കൂ. അപ്പോൾ ദിശ അക്കാഡമി എല്ലാവർക്കും ഇതൊരു ബിഗ്ഗർ ഓപ്പർച്യൂണിറ്റി ആണെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.